കോഴിക്കോട് CPM-നെ നാണക്കേടിന്റെ പടുകുഴിയിൽ മുക്കിയ PSC അംഗത്വക്കോഴ വിവാദത്തിന് പിന്നിൽ മുഹമ്മദ് റിയാസ് എളമരം കരീം പോര്. കോഴ വാങ്ങിയ പ്രമോദ് കോട്ടൂളി എളമരം കരീമിന്റെ അടുത്ത അനുയായി. കരീമിനെ വ്യവസായികളുമായി വഴിവിട്ട ബന്ധമെന്നും ആരോപണം. കരീം ഉപയോഗിക്കുന്ന ഇന്നോവ കാർ നാദാപുരത്തെ വ്യവസായിയുടേത്. ജില്ലയിൽ തീർപ്പാകാതിരുന്ന പരാതി സംസ്ഥാന നേതൃത്വത്തിലെത്തിക്കാൻ നീക്കവുമായി റിയാസ്. കുറ്റസമ്മതം നടത്തിയ കോട്ടൂളിയെ ഉടൻ പുറത്താക്കും. നടപടി ശുപാർശ ചെയ്ത് 4-അംഗ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിയുടെ ശൈലിയടക്കം പലയാവർത്തി വിമർശിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംസ്ഥാന കൗൺസിലിൽ നിലപാട് തിരുത്തി. പിണറായിയെ കുറ്റപ്പെടുത്തേണ്ട, ഒരാളെ മാത്രം ക്രൂശിക്കേണ്ട കാര്യമില്ലെന്നും ബിനോയ് വിശ്വത്തിന്റെ മറുപടി. തെറ്റ് ചൂണ്ടിക്കാട്ടിയതിന് SFI-യും ASF-ഉം തെരുവിൽ പോരടിക്കേണ്ട, തെറ്റുകൾ കണ്ടാൽ ഇനിയും ചൂണ്ടിക്കാട്ടുമെന്നും ബിനോയ് വിശ്വം. കാപ്പ കേസ് പ്രതിയെ രക്തഹാരം നൽകി സ്വീകരിച്ച പത്തനംതിട്ട CPM-ന് തിരിച്ചടിയായി കഞ്ചാവ് കേസും. കാപ്പ കേസ് പ്രതി ശരൺ ചന്ദ്രനൊപ്പം CPM-ൽ ചേർന്ന 62 പേരിൽ ഒരാളായ യദു കൃഷ്ണന്റെ കയ്യിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയെന്ന് എക്സൈസ്. 2 ഗ്രാം മാത്രമായതിനാൽ സ്വന്തം ജാമ്യത്തിൽ വിട്ടു. യുവമോർച്ച ബന്ധമുള്ള എക്സൈസ് ഉദ്യോഗസ്ഥൻ യദുവിനെ കുടുക്കിയതെന്ന് CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജു. തീർച്ചയായും ഇത് ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണെന്നുള്ള കാര്യം തന്നെയാണല്ലോ ആദ്യമേ പറയുന്നത്. 3 പതിറ്റാണ്ടെടുക്കുന്ന ISRO ചാരക്കേസ് ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ ഭാവനാ സൃഷ്ടി എന്ന കണ്ടെത്തലുമായി CBI-യുടെ കുറ്റപത്രം. ചാരക്കേസ് വാർത്തകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് CI S വിജയൻ തന്നെ. വിരോധത്തിന് കാരണം ഹോട്ടലിനുള്ളിൽ കടന്നുപിടിച്ച വിജയനെ മറിയം റഷീദ തടഞ്ഞത്. കസ്റ്റഡിയിലെടുത്ത നമ്പി നാരായണനെ മർദ്ദിച്ച് മൃതപ്രായനാക്കി. മർദ്ദനം തുടർന്നാൽ മരിച്ചു പോകുമെന്ന് ചികിത്സിച്ച ഡോക്ടർ മൊഴി നൽകിയെന്നും CBI. ഇതെല്ലാം ശരിയാണെങ്കിൽ ഗുരുതര കുറ്റകൃത്യമെന്നും നമ്പി നാരായണൻ. തനിക്കെതിരെ കേസ് നടത്തിയവരോട് പകരം വീട്ടാൻ ഗവർണറുടെ പണക്കെണി. കേസ് നടത്താൻ സർവകലാശാല ഫണ്ടിൽ നിന്നെടുത്ത പണം അടിയന്തരമായി തിരിച്ചടക്കാൻ നിർദ്ദേശം. 1,13,00,000 രൂപ ഉടനടയ്ക്കണം. സ്വന്തം കേസുകൾ സ്വന്തം ചെലവിൽ നടത്തണമെന്നും എല്ലാ VC-മാർക്കും ഗവർണറുടെ നിർദ്ദേശം. മഴ കൊണ്ടല്ല, മഴക്കാല രോഗങ്ങളാൽ കേരളം പൊറുതിമുട്ടുകയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കോളറ സ്ഥിരീകരിച്ചതോടെ കടുത്ത ജാഗ്രതയിൽ ആരോഗ്യവകുപ്പ്. ഇന്ന് 2 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് പനി ബാധിച്ച് ഇന്ന് മാത്രം ചികിത്സ തേടിയത് 13,000-ലേറെ പേരാണ്. കോഴിക്കോടിന് പിന്നാലെ തൃശ്ശൂരിലും ആശങ്ക പരത്തി അമീബിക് മസ്തിഷ്ക ജ്വരം. എറണാകുളം അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 7-ാം ക്ലാസ്സുകാരന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് തൃശ്ശൂർ DMO. മുസ്ലിം സ്ത്രീകളുടെ ജീവനാംശത്തിൽ നിർണായക വിധി പറഞ്ഞും സ്ത്രീപക്ഷ നിരീക്ഷണങ്ങൾ നടത്തിയും സുപ്രീം കോടതി. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ സെക്ഷൻ 125 പ്രകാരം ഭർത്താവിൽ നിന്ന് ജീവനാംശം തേടാം. 1986-ലെ മുസ്ലിം വനിതാ നിയമം മതേതര നിയമത്തിന് മേലെയല്ല. വീട്ടമ്മമാരെയും അവരുടെ ത്യാഗത്തെയും ഇന്ത്യയിലെ പുരുഷന്മാർ തിരിച്ചറിയേണ്ട സമയമായെന്നും ജസ്റ്റിസ് നാഗേന്ദ്രയുടെ നിർണായക നിരീക്ഷണം. രാജ്യത്തെ കർഷക ആത്മഹത്യയിൽ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്ത്. മഹാരാഷ്ട്രയിലെ അമരാവതി മേഖലയിൽ മാത്രം 6 മാസത്തിനിടെ കൊല്ലപ്പെട്ടത് 557 കർഷകർ. അമരാവതി, അക്കോള, ബുൽദാന, വാഷിം, യവാത്മൽ എന്നീ 5 ജില്ലകളിലെ കണക്ക് തയ്യാറാക്കിയത് അമരാവതി അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ. ഒരു ദിവസം ജീവനൊടുക്കുന്നത് ശരാശരി 3 പേർ വീതമെന്നും കണ്ടെത്തൽ. മുംബൈ ആഡംബരക്കാർ അപകടക്കേസ് പ്രതി മിഹിർ ഷായുടേത് ക്രൂരവും ഹൃദയശൂന്യവുമായ കുറ്റകൃത്യമെന്ന് പോലീസ് കോടതിയിൽ. മിഹിർ ഷായി മാസം 16 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്. മകന്റെ ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന ശിവസേന ഷിൻഡെ വിഭാഗം നേതാവായ അച്ഛൻ രാജേഷ് ഷായ്ക്കെതിരെ അച്ചടക്ക നടപടി. സസ്പെൻഷന് പിന്നാലെ പാർട്ടി ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്നും നീക്കി. മിഹിർ ഷായ്ക്ക് മദ്യം വിളമ്പിയ ബാർ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. സിംബാബ്വേക്കെതിരായ 2020 പരമ്പരയിൽ ഇന്ത്യ മുന്നിൽ. 3-ാം മത്സരത്തിൽ 23 റൺസിന് സിംബാബ്വേയെ തോൽപ്പിച്ചു. ശുഭ്മാൻ ഗില്ലിന് അർദ്ധ സെഞ്ചുറി.